1966-ൽ ആരംഭിച്ച ചൈനയുടെ സാംസ്കാരിക വിപ്ലവത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു? മുതലാളിത്ത, പരമ്പരാഗത, സാംസ്കാരിക ഘടകങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസം നടപ്പിലാക്കുക. 1966-ൽ മാവോ സെതോങ്ങിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സാംസ്കാരിക വിപ്ലവം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എതിരാളികളെ ഇല്ലാതാക്കാനും ചൈനീസ് സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഊട്ടിയുറപ്പിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനമായിരുന്നു. ഇത് ചൈനയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ രംഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. 1857-ലെ വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത് ആര്? ലിയാഖത്ത് അലി. അലഹബാദിൽ 1857-ലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി ലിയാഖത്ത് അലിയായിരുന്നു. ഇദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രാദേശിക ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കുകയും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുകയും ചെയ്തു. 1857-ലെ വിപ്ലവം അലഹബാദിൽ അടിച്ചമർത്തിയത് ആര്? കേണൽ നീൽ. മൗലവി ലിയാഖത്ത് അലിയുടെ നേതൃത്വത്തിൽ അലഹബാദിൽ നടന്ന 1857-ലെ വിപ്ലവം അടിച്ചമർത്തിയത് കേണൽ നീലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന നീൽ, വിപ്ലവത്തെ ക്രൂരമായി അടിച്ചമർത്തുന്നതിൽ കുപ്രസിദ്ധി നേടി. 1857-ലെ കലാപം ബറേലിയിൽ നയിച്ചത് ആര്? ഖാൻ ബഹദൂർ ഖാൻ. 1857-ലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബറേലിയിലെ സൈനികരെയും സാധാരണക്കാരെയും നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ അദ്ദേഹം ഇന്ത്യയുടെ ചക്രവർത്തിയായി അംഗീകരിക്കുകയും സ്വന്തം ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു. 1857-ലെ കലാപം ബറേലിയിൽ അടിച്ചമർത്തിയത് ആര്? കാംബെൽ. 1857-ലെ കലാപത്തിൽ ബറേലിയിലെ നേതാവായിരുന്ന ഖാൻ ബഹദൂർ ഖാനെ തോൽപ്പിച്ച് കലാപം അടിച്ചമർത്തിയത് സർ കോളിൻ കാംബെല്ലിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനയാണ്. കാംബെൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന ജനറൽ ആയിരുന്നു. 1857-ലെ പ്രധാന കലാപം ഔദ്യോഗികമായി എവിടെ, എപ്പോൾ ആരംഭിച്ചു? 1857 മെയ് 10 മീററ്റിലെ മൂന്നാം ബംഗാൾ ലൈറ്റ് കാവലിയുടെ കലാപമാണ് 1857-ലെ കലാപത്തിന്റെ ആരംഭം കുറിച്ചത്. 1857 മെയ് 10 മീററ്റിൽ നടന്ന സൈനികരുടെ കലാപമാണ് 1857-ലെ മഹത്തായ കലാപത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ഗ്രീസ് ചെയ്ത തിരകളോടുള്ള എതിർപ്പും ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അതൃപ്തിയും സൈനികരെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. 1857-ലെ കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആര്? ബഹദൂർ ഷാ സഫറും ബക്ത് ഖാനും. 1857-ലെ കലാപത്തിന് ഡൽഹിയിൽ നാമമാത്രമായ നേതൃത്വം നൽകിയത് അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറായിരുന്നു. എന്നാൽ സൈനിക തലത്തിൽ യഥാർത്ഥ നേതൃത്വം നൽകിയത് ജനറൽ ബക്ത് ഖാൻ ആയിരുന്നു. കലാപകാരികളുടെ പ്രധാന ശക്തികേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഡൽഹി. ഇവിടെയുള്ള പോരാട്ടങ്ങൾ കലാപത്തിന്റെ ഗതിയെ കാര്യമായി സ്വാധീനിച്ചു. 1857-ലെ വിപ്ലവം ഡൽഹിയിൽ അടിച്ചമർത്തിയത് ആര്? നിക്കോൾസണും ഹഡ്സണും. 1857-ലെ മഹത്തായ വിപ്ലവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഡൽഹിയിൽ ഈ വിപ്ലവം അടിച്ചമർത്തുന്നതിൽ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരായ ജോൺ നിക്കോൾസണും വില്യം ഹഡ്സണും നിർണായക പങ്ക് വഹിച്ചു. ഈ വിപ്ലവം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ശക്തമായ പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. 1857-ലെ കലാപം ഫൈസാബാദിൽ നയിച്ചത് ആര്? മൗലവി അഹമ്മദുള്ള. 1857-ലെ കലാപത്തിൽ ഫൈസാബാദിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു മൗലവി അഹമ്മദുള്ള. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും മതപരമായ ആഹ്വാനങ്ങളിലൂടെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്തു. 1857-ലെ കലാപം ഫൈസാബാദിൽ അടിച്ചമർത്തിയത് ആര്? കാംബെൽ. ഫൈസാബാദിലെ 1857-ലെ കലാപം അടിച്ചമർത്തുന്നതിൽ സർ കോളിൻ കാംബെല്ലിന് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. കാംബെൽ നിരവധി കലാപകേന്ദ്രങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിക്കുകയും കലാപകാരികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1857-ലെ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? എൻഫീൽഡ് റൈഫിൾ ലോഡ് ചെയ്യുന്നതിന് തിരകൾ പല്ലുകൊണ്ട് കടിച്ചു കീറേണ്ടിയിരുന്നു. ഇത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതാണെന്ന് ശിപ്പായിമാർ വിശ്വസിച്ചു.
പുതിയ എൻഫീൽഡ് റൈഫിലുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതാണെന്ന കിംവദന്തിയാണ് 1857-ലെ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പെട്ടെന്നുള്ളതുമായ കാരണം. ഈ തിരകൾ പല്ലുകൊണ്ട് കടിച്ചു കീറി ഉപയോഗിക്കേണ്ടിയിരുന്നത് ഹൈന്ദവ, മുസ്ലിം സൈനികരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി. 1857-ലെ വിപ്ലവത്തിന് ബീഹാറിലെ ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് ആര്? കൻവർ സിംഗ്. ബീഹാറിലെ ജഗദീഷ്പൂരിലെ ഒരു രാജകുടുംബാംഗമായിരുന്നു കൻവർ സിംഗ്. 80 വയസ്സുകാരനായിട്ടും 1857-ലെ വിപ്ലവത്തിന് അദ്ദേഹം ധീരമായി നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി യുദ്ധങ്ങളിൽ വിജയിച്ച അദ്ദേഹം ബീഹാറിലെ വിപ്ലവത്തിന്റെ മുഖമുദ്രയായിരുന്നു. 1857-ലെ കലാപം ജഗ്ദീഷ്പൂരിൽ അടിച്ചമർത്തിയത് ആര്? വില്യം ടെയ്ലറും വിൻസെന്റ് അയറും. 1857-ലെ ഇന്ത്യൻ ലഹളയിൽ ബീഹാറിലെ ജഗ്ദീഷ്പൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കുൻവർ സിംഗ് ആയിരുന്നു. ഈ കലാപം അടിച്ചമർത്തുന്നതിൽ വില്യം ടെയ്ലർക്കും വിൻസെന്റ് അയർക്കും നിർണായക പങ്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം കലാപകാരികളെ നേരിടാൻ നിരവധി സൈനിക നീക്കങ്ങൾ നടത്തി. 1857-ലെ വിപ്ലവത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആര്? റാണി ലക്ഷ്മിബായി. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തതിനെ തുടർന്ന് റാണി ലക്ഷ്മിബായി 1857-ലെ വിപ്ലവത്തിന് നേതൃത്വം നൽകി. എന്റെ ഝാൻസി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ധീരമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരവനിതകളിൽ ഒരാളാണ് റാണി ലക്ഷ്മിബായി. 1857-ലെ വിപ്ലവം ഝാൻസിയിൽ അടിച്ചമർത്തിയത് ആര്? ഹ്യൂഗോ റോസ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം അടിച്ചമർത്തുന്നതിൽ ബ്രിട്ടീഷ് ജനറൽ ഹ്യൂഗോ റോസ് പ്രധാന പങ്ക് വഹിച്ചു. റാണി ലക്ഷ്മിബായിയെ വിപ്ലവകാരികളിൽ ഏറ്റവും ധീര എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗോ റോസ് ആയിരുന്നു. 1857-ലെ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയ പ്രധാനികൾ ആരെല്ലാം? നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ 1857-ലെ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ചത് നാനാ സാഹിബും അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ താന്തിയ തോപ്പിയുമായിരുന്നു. പേർഷ്യൻ രാജവംശത്തിലെ അവസാന പേഷ്വായായ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് കാൺപൂരിൽ ഇവർ കാഴ്ചവെച്ചു. 1857-ലെ വിപ്ലവം കാൺപൂരിൽ അടിച്ചമർത്തിയത് ആര്? കാംബെൽ. 1857-ലെ വിപ്ലവം കാൺപൂരിൽ ശക്തിപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് സൈനിക മേധാവി സർ കോളിൻ കാംബെൽ ആയിരുന്നു ഇത് അടിച്ചമർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. നാനാ സാഹിബിന്റെയും താന്തിയ തോപ്പിയുടെയും നേതൃത്വത്തിലുള്ള വിപ്ലവകാരികളെ പരാജയപ്പെടുത്തി കാൺപൂർ തിരിച്ചുപിടിക്കാൻ കാംബെലിന് കഴിഞ്ഞു. 1857-ലെ കലാപസമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലും ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയും ആരായിരുന്നു? ചാൾസ് കാനിംഗ് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു. പാമർസ്റ്റൺ ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. 1857-ലെ കലാപം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ചാൾസ് കാനിംഗ് ആണ് ഈ വലിയ പ്രക്ഷോഭം നേരിടുന്നതിന് നേതൃത്വം നൽകിയത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെൻറി ജോൺ ടെമ്പിൾ, മൂന്നാം വിസ്കൗണ്ട് പാമർസ്റ്റൺ ആയിരുന്നു. 1857-ലെ വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ മുൻ നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുത്തതിനെ തുടർന്ന് 1857-ലെ വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ധീരമായ പോരാട്ടം അവർ നടത്തി. 1857-ലെ വിപ്ലവം ലക്നൌവിൽ അടിച്ചമർത്തിയത് ആര്? കാംബെൽ. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലിന്റെ നേതൃത്വത്തിൽ നടന്ന 1857-ലെ വിപ്ലവം അടിച്ചമർത്തുന്നതിനും ബ്രിട്ടീഷ് സൈന്യം സർ കോളിൻ കാംബെലിനെയാണ് നിയോഗിച്ചത്. കാംബെലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ലക്നൌവിലെ വിപ്ലവകാരികളെ പരാജയപ്പെടുത്താൻ സഹായിച്ചു. 1857-ലെ കലാപത്താൽ വലിയ തോതിൽ സ്പർശിക്കപ്പെടാതെ കിടന്ന പ്രധാന ഇന്ത്യൻ പ്രസിഡൻസി ഏതായിരുന്നു? മദ്രാസ്. 1857-ലെ ശിപ്പായി ലഹള ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ വ്യാപിച്ചപ്പോൾ മദ്രാസ് പ്രസിഡൻസിയിൽ കാര്യമായ പ്രക്ഷോഭങ്ങളുണ്ടായില്ല. ബ്രിട്ടീഷുകാർ നേരത്തെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിയന്ത്രണം സ്ഥാപിച്ചതും ഇവിടുത്തെ സൈന്യത്തിന്റെ ഘടനയിലെ വ്യത്യാസങ്ങളും ഇതിന് കാരണമായി കരുതപ്പെടുന്നു.
സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷന്റെ സാർക്ക് ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു, നേപ്പാൾ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ സാർക്ക് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രാദേശിക അന്തർസർക്കാർ സംഘടനയാണ്. അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1985 ഡിസംബർ 8-നാണ് ഇത് സ്ഥാപിതമായത്. സാധാരണ ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ആരെല്ലാം, എപ്പോൾ? ശിവനാഥ് ശാസ്ത്രിയും ആനന്ദ് മോഹൻ ബോസും ചേർന്ന് 1878-ൽ. ബ്രഹ്മസമാജത്തിലെ പിളർപ്പിനെ തുടർന്ന് 1878-ൽ ശിവനാഥ് ശാസ്ത്രിയും ആനന്ദ് മോഹൻ ബോസും മറ്റ് നേതാക്കളും ചേർന്നാണ് സാധാരണ ബ്രഹ്മസമാജ് സ്ഥാപിച്ചത്. സാമൂഹിക പരിഷ്കരണത്തിനും യുക്തിചിന്തയ്ക്കും ഈ പ്രസ്ഥാനം ഊന്നൽ നൽകി. ശാരദാ നിയമം സാർദ ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം എത്രയായിരുന്നു? AD 1929. ഇർവിൻ പ്രഭു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 വയസ്സും ആൺകുട്ടികളുടേത് 18 വയസ്സുമായി നിശ്ചയിച്ചു. ബാലവിവാഹ നിരോധന നിയമമായി അറിയപ്പെടുന്ന 1929-ലെ ശാരദാ നിയമം പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 വയസ്സും ആൺകുട്ടികളുടേത് 18 വയസ്സുമായി ഉയർത്തി. ഇത് സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ് ഈ നിയമം നിലവിൽ വന്നത്. സതി സമ്പ്രദായം നിരോധിച്ചത് എപ്പോഴാണ്? അന്ന് ഗവർണർ ജനറൽ ആരായിരുന്നു? 1829 ആഡ്. വില്യം ബെന്റിങ്ക് പ്രഭു. രാജാറാം മോഹൻ റോയിയെപ്പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ശ്രമങ്ങളുടെ ഫലമായി 1829-ൽ വില്യം ബെന്റിങ്ക് പ്രഭു സതി സമ്പ്രദായം നിരോധിച്ചു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു സുപ്രധാന സാമൂഹിക പരിഷ്കരണ നടപടിയായിരുന്നു. 1857-ലെ കലാപത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? VD സവർക്കർ. വിനായക് ദാമോദർ സവർക്കറാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന തന്റെ പുസ്തകത്തിൽ 1857-ലെ കലാപത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് കാഴ്ചപ്പാടിൽ ഒരു കേവല സൈനിക കലാപമായിരുന്ന ഈ സംഭവത്തിന് അദ്ദേഹം ഒരു ദേശീയവാദപരമായ വ്യാഖ്യാനം നൽകി. ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതായിരുന്നു? സ്പുട്നിക് I. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് I ആണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇത് ബഹിരാകാശയുഗത്തിന് തുടക്കം കുറിക്കുകയും ലോകമെമ്പാടും ശാസ്ത്രീയവും രാഷ്ട്രീയവുമായ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഒരു ജീവിയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ ആദ്യത്തെ ഉപഗ്രഹം ഏതായിരുന്നു? സ്പുട്നിക് 2 ലൈക്ക എന്ന നായയുമായി. 1957 നവംബർ 3-ന് വിക്ഷേപിച്ച സ്പുട്നിക് 2 ആണ് ബഹിരാകാശത്തേക്ക് ഒരു ജീവിയെ, ലൈക്ക എന്ന നായ, കൊണ്ടുപോയ ആദ്യത്തെ ഉപഗ്രഹം. മനുഷ്യന് ബഹിരാകാശ യാത്ര സാധ്യമാണോ എന്ന് പഠിക്കാൻ ഈ ദൗത്യം സഹായിച്ചു. എന്നാൽ ലൈക്കയ്ക്ക് തിരിച്ചുവരാൻ കഴിഞ്ഞില്ല. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നു? യൂറി ഗഗാറിൻ. 1961 ഏപ്രിൽ 12-ന് വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ട് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യനായി. ഈ ചരിത്രപരമായ ദൗത്യം ബഹിരാകാശ പര്യവേഷണത്തിൽ സോവിയറ്റ് യൂണിയന്റെ ആധിപത്യം അടയാളപ്പെടുത്തി. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വനിത ആരായിരുന്നു? വാലന്റീന തെരഷ്കോവ. 1963 ജൂൺ 16-ന് വോസ്റ്റോക്ക് 6-ൽ ബഹിരാകാശത്തേക്ക് പോയ വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വനിത. അവർ ഏകദേശം 3 ദിവസം ബഹിരാകാശത്ത് ചെലവഴിക്കുകയും ഭൂമിയെ 48 തവണ വലം വയ്ക്കുകയും ചെയ്തു. ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതായിരുന്നു? ലൂണ 9. 1966 ഫെബ്രുവരി 3-ന് സോവിയറ്റ് യൂണിയന്റെ ലൂണ 9 പേടകം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ പേടകമായി. ഇത് മനുഷ്യനെ ചന്ദ്രനിലിറക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകി. ആദ്യത്തെ പരീക്ഷണ ബഹിരാകാശ പേടകം ഏതായിരുന്നു? സോയൂസ് 4. 1969-ൽ വിക്ഷേപിച്ച സോയൂസ് 4
ബഹിരാകാശത്ത് മറ്റു പേടകങ്ങളുമായി വിജയകരമായി കൂടിച്ചേരുകയും ഡോക്കിംഗ് യാത്രികരെ കൈമാറുകയും ചെയ്ത ആദ്യത്തെ ബഹിരാകാശ പേടകമാണ്. ബഹിരാകാശ നിലയങ്ങളുടെ നിർമ്മാണത്തിന് ഇത് നിർണായകമായ ഒരു പടിയായിരുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നു? അത് ഏത് തീയതിയിലായിരുന്നു? നീൽ ആംസ്ട്രോങ് 1969 ജൂലൈ 20. 1969 ജൂലൈ 20 അപ്പോളോ 11 ദൗത്യത്തിന്റെ ഭാഗമായി നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനായി ചരിത്രം കുറിച്ചു. ഈ സംഭവം മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരായിരുന്നു? ബസ് ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം അപ്പോളോ 11 ദൗത്യത്തിലെ ബസ് ആൽഡ്രിൻ 1969 ജൂലൈ 20 ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തിയായി. ഇരുവരും ചേർന്ന് ചന്ദ്രോപരിതലത്തിൽ ചരിത്രപരമായ പര്യവേഷണങ്ങൾ നടത്തി. ബഹിരാകാശത്ത് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പൗരൻ ആരായിരുന്നു? സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ 1984 സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനായി. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഈ നേട്ടം. ബഹിരാകാശത്തുനിന്ന് ഇന്ത്യയെ എങ്ങനെ കാണുന്നു എന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ നൽകിയ പ്രസിദ്ധമായ മറുപടി എന്തായിരുന്നു? സാരേ ജഹാം സേ അച്ഛ, ലോകത്തിലെ എല്ലാറ്റിനേക്കാളും മികച്ചത്. 1984 ബഹിരാകാശത്തുനിന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായുള്ള ആശയവിനിമയത്തിനിടെയാണ് രാകേഷ് ശർമ്മ ഈ മറുപടി നൽകിയത്. സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഈ മറുപടി ഇന്ത്യയുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിത ആരായിരുന്നു? കൽപ്പന ചൗള. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിതയാണ്. 1997 കൊളംബിയ സ്പേസ് ഷട്ടിലിൽ മിഷൻ സ്പെഷ്യലിസ്റ്റായി അവർ യാത്ര ചെയ്തു. 2003 കൊളംബിയ ദുരന്തത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികരെ യഥാക്രമം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ടൈക്കോനോട്ട് ചൈന, വ്യോമനോട്ട് ഇന്ത്യ. ബഹിരാകാശ യാത്രികരെ ഓരോ രാജ്യവും അവരുടെ തനതായ പേരുകളിൽ വിശേഷിപ്പിക്കാറുണ്ട്. ചൈന തങ്ങളുടെ ബഹിരാകാശ സഞ്ചാരികളെ ടൈക്കോനോട്ട് എന്നും ഇന്ത്യ വ്യോമനോട്ട് എന്നും സംസ്കൃതത്തിലെ വ്യോമ എന്ന വാക്കിൽ നിന്ന് സാധാരണയായി പറയാറുണ്ട്. റഷ്യൻ യാത്രികർ കോസ്മോനോട്ട് എന്നും അമേരിക്കൻ യാത്രികർ ആസ്ട്രോനോട്ട് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമർപ്പിത കാലാവസ്ഥാ ഉപഗ്രഹം ഏതായിരുന്നു? പിന്നീട് അതിനെ എങ്ങനെ പുനർനാമകരണം ചെയ്തു? മെറ്റ്സാറ്റ് METSAT, പിന്നീട് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്തു. 2002 വിക്ഷേപിച്ച മെറ്റ്സാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. 2003 ബഹിരാകാശ ദുരന്തത്തിൽ മരിച്ച കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി ഈ ഉപഗ്രഹത്തെ കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്തു. കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും ദുരന്ത നിവാരണത്തിനും ഇത് സഹായകമായി. വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി ലോകത്ത് ആദ്യമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതായിരുന്നു? എഡ്യൂസാറ്റ് GSAT-3. 2004 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച എഡ്യൂസാറ്റ് GSAT-3 വിദ്യാഭ്യാസത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹമാണ്. വിദൂര പഠനം, സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത ഇത് എടുത്തുകാണിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 എപ്പോഴാണ് വിക്ഷേപിച്ചത്? ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ്? 2008 ഒക്ടോബർ 22 11:11 ഉപയോഗിച്ച്. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു. ഇത് 2008 ഒക്ടോബർ 22 11 റോക്കറ്റ് ഉപയോഗിച്ച് വിജയകരമായി വിക്ഷേപിച്ചു. ചന്ദ്രനിൽ ജലത്തിന്റെ തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിലൂടെ ഈ ദൗത്യം ലോകശ്രദ്ധ നേടി. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ മാസ് ഓർബിറ്റർ മിഷൻ എപ്പോഴാണ് വിജയകരമായി വിക്ഷേപിച്ചത്? അത് എന്ത് ചരിത്രപരമായ നേട്ടമാണ് രേഖപ്പെടുത്തിയത്? 2013 നവംബർ 5 ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി.
2013 നവംബർ 5 വിക്ഷേപിച്ച മംഗൾയാൻ 2014 സെപ്റ്റംബർ 24 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നതായിരുന്നു ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം. ഇത് ISROയുടെ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്നതിനുള്ള കഴിവ് തെളിയിച്ചു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യം എപ്പോഴാണ് വിക്ഷേപിച്ചത്? അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? 2019 ജൂലൈ 22 ഓർബിറ്റർ, ലാൻഡർ, റോവർ. ചന്ദ്രയാൻ 2 ദൗത്യം 2019 ജൂലൈ 22 GSLV Mk3M1 GSLV Mk3M1 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ചു. ചന്ദ്രനിലിറങ്ങാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ശ്രമമായിരുന്നു ഇത്. ഓർബിറ്റർ വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചെങ്കിലും ലാൻഡറായ വിക്രം സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമത്തിൽ പരാജയപ്പെട്ടു. ചന്ദ്രയാൻ 3 എപ്പോഴാണ് വിക്ഷേപിച്ചത്? അതിന്റെ ലാൻഡിംഗിലൂടെ ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടം എന്തായിരുന്നു? 2023 ജൂലൈ 14 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനു സമീപം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ദൗത്യം 2023 ജൂലൈ 14 LVM-3M4 LVM-3M4 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനു സമീപം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു സുവർണ അധ്യായമാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ലാൻഡറിന്റെയും റോവറിന്റെയും പേരുകൾ എന്തൊക്കെയായിരുന്നു? വിക്രം, ലാൻഡർ, പ്രഗ്യാൻ, റോവർ. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2ാം ചാന്ദ്ര ദൗത്യമായിരുന്നു. ഇതിലെ ലാൻഡറായ വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായും റോവറായ പ്രഗ്യാൻ സംസ്കൃതത്തിൽ ജ്ഞാനം എന്നർത്ഥം വരുന്ന പേരിലുമായിരുന്നു. 2019 വിക്ഷേപിച്ച ഈ ദൗത്യം ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ലാൻഡറുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3 വിജയകരമായി പരീക്ഷിച്ചത് എന്നാണ്. അതിനുശേഷം ഇന്ത്യ ഏത് ക്ലബ്ബിൽ അംഗമായി? 1980 ജൂലൈ 18 ബഹിരാകാശ ക്ലബ്ബ്. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ. 1980 ജൂലൈ 18 SLV-3 വിജയകരമായി വിക്ഷേപിച്ചതിലൂടെ ഇന്ത്യ സ്വന്തമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യമായി. ഈ നേട്ടം ഇന്ത്യയെ ബഹിരാകാശ ക്ലബ്ബിൽ എത്തിച്ചു. രോഹിണി 1 ഉപഗ്രഹത്തെയായിരുന്നു SLV-3 ഭ്രമണപഥത്തിലെത്തിച്ചത്. ഇന്ത്യയുടെ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ASLV-ന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 150 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുക. ASLV SLV-3യുടെ മെച്ചപ്പെടുത്തിയ പതിപ്പായിരുന്നു. 150 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ LEO എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. 1987 ആദ്യമായി പരീക്ഷിച്ച ASLV പിന്നീട് വലിയ വിക്ഷേപണ വാഹനങ്ങൾക്ക് വഴിയൊരുക്കി. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV-ന്റെ പ്രൊപ്പല്ലന്റ് ഘട്ടങ്ങൾ വിവരിക്കുക. അതിന്റെ കര പ്രൊപ്പല്ലന്റിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകം പേര് നൽകുക. PSLV 1ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും കര പ്രൊപ്പല്ലന്റുകളും 2ാം ഘട്ടത്തിലും 4ാം ഘട്ടത്തിലും ദ്രവ പ്രൊപ്പല്ലന്റുകളും ഉപയോഗിക്കുന്നു. അമോണിയ പെർക്ലോറേറ്റ് അതിന്റെ കര പ്രൊപ്പല്ലന്റിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്നു. PSLV എന്നത് ISRO വികസിപ്പിച്ച ഒരു 4-ഘട്ട വിക്ഷേപണ വാഹനമാണ്. ഇത് ഒന്നിടവിട്ട് കര, ദ്രവ പ്രൊപ്പല്ലന്റുകൾ ഉപയോഗിക്കുന്നു. താഴ്ന്ന ധ്രുവീയ ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. അമോണിയ പെർക്ലോറേറ്റ് കര ഇന്ധനങ്ങളിലെ ഒരു പ്രധാന ഓക്സിഡൈസറാണ്. ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLV-ന്റെ 3 ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? അതിന്റെ 3ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ സാങ്കേതികവിദ്യ എന്താണ്? കര പ്രൊപ്പല്ലന്റ് 1ാം ഘട്ടം, ദ്രവ പ്രൊപ്പല്ലന്റ് 2ാം ഘട്ടം, ക്രയോജനിക് എഞ്ചിൻ 3ാം ഘട്ടം, ക്രയോജനിക് സാങ്കേതികവിദ്യ. GSLV എന്നത് വലിയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര കൈമാറ്റ ഭ്രമണപഥത്തിൽ GTO എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത 3-ഘട്ട റോക്കറ്റാണ്. ഇതിന്റെ 3ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ ദ്രവീകരിച്ച ഓക്സിജനും ഹൈഡ്രജനും വളരെ താഴ്ന്ന താപനിലയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇത് ഉയർന്ന ത്രസ്റ്റ് നൽകുന്നു. ക്രയോജനിക് സാങ്കേതികവിദ്യ എന്നാൽ എന്താണ്? ക്രയോജനിക് എഞ്ചിനുകളിൽ സാധാരണയായി പ്രൊപ്പല്ലന്റുകളായി ഉപയോഗിക്കുന്ന 2 മൂലകങ്ങൾ ഏതാണ്?
ക്രയോജനിക് സാങ്കേതികവിദ്യ എന്നത് വളരെ താഴ്ന്ന താപനിലയിൽ പ്രവർത്തിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും. ക്രയോജനിക് സാങ്കേതികവിദ്യ 0 താഴെയുള്ള വളരെ താഴ്ന്ന താപനിലയിൽ, സാധാരണയായി -150 °C താഴെ, വസ്തുക്കളുടെ ഉത്പാദനം, പഠനം, ഉപയോഗം എന്നിവ കൈകാര്യം ചെയ്യുന്നു. ബഹിരാകാശ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ദ്രവ ഹൈഡ്രജൻ -253 °C ദ്രവ ഓക്സിജൻ -183 °C ഈ സാങ്കേതികവിദ്യയുടെ ഭാഗമാണ്. ഇവ ഉയർന്ന കാര്യക്ഷമതയുള്ള ഊർജ്ജം നൽകുന്നു. ഗഗൻ എന്നാൽ എന്താണ്? അതിന്റെ നടപ്പാക്കലിന് ഉത്തരവാദികളായ 2 ഇന്ത്യൻ സംഘടനകൾ ഏതാണ്? ഗഗൻ GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ എന്നത് ഇന്ത്യൻ വ്യോമാതിർത്തിക്കായുള്ള ഒരു ഉപഗ്രഹ അധിഷ്ഠിത ഓഗ്മെന്റേഷൻ സംവിധാനമാണ്. ISROയും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഗഗൻ എന്നത് ഇന്ത്യൻ വ്യോമാതിർത്തിയിലെ വിമാനങ്ങൾക്ക് മെച്ചപ്പെട്ട നാവിഗേഷൻ കൃത്യതയും വിശ്വാസ്യതയും നൽകുന്നതിനായി ISROയും യും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. ഇത് GPS സിഗ്നലുകൾക്ക് തിരുത്തലുകൾ നൽകി ഉപയോക്താക്കൾക്ക് കൂടുതൽ കൃത്യമായ സ്ഥാനനിർണ്ണയം സാധ്യമാക്കുന്നു. ഇത് വിമാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഭുവൻ എന്നാൽ എന്താണ്? ഏത് സംഘടനയാണ് ഇത് വികസിപ്പിച്ചത്? ഭുവൻ എന്നത് ഇന്ത്യയുടെ 3D ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന ഒരു ഭൗമ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ഭുവൻ ISRO വികസിപ്പിച്ചെടുത്ത ഒരു വെബ് അധിഷ്ഠിത ജിയോസ്പേഷ്യൽ പ്ലാറ്റ്ഫോമാണ്. ഇത് ഉപയോക്താക്കൾക്ക് ഇന്ത്യയുടെ വിശദമായ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റു ഭൗമ ബഹിരാകാശ ഡാറ്റകളും കാണാനും വിശകലനം ചെയ്യാനും അവസരം നൽകുന്നു. പരിസ്ഥിതി നിരീക്ഷണം, ദുരന്ത നിവാരണം, നഗരാസൂത്രണം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇത് ഉപയോഗപ്രദമാണ്. പുലിക്കട്ട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്ന ദ്വീപ് ഏതാണ്? ശ്രീഹരിക്കോട്ട ദ്വീപ്. ആന്ധ്രാപ്രദേശിന്റെ തീരത്തുള്ള ശ്രീഹരിക്കോട്ട ദ്വീപ്, പുലിക്കട്ട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രധാന ബാരിയർ ദ്വീപാണ്. ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം SDSC ഷാ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുലിക്കട്ട് തടാകത്തിന്റെ കിഴക്ക് ഭാഗത്താണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏത് പാളിയാണ് വളരെ നേർത്തതും ക്രമേണ ബഹിരാകാശവുമായി ലയിക്കുന്നതും? എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറം പാളിയാണ്. ഇവിടെ അന്തരീക്ഷം വളരെ നേർത്തതും വാതക തന്മാത്രകൾ ബഹിരാകാശത്തേക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടുന്നതുമാണ്. ഈ പാളിക്ക് വ്യക്തമായ ഒരു ഉപരിതലമില്ല, മറിച്ച് ക്രമേണ ബഹിരാകാശവുമായി ലയിക്കുന്നു. ഒരു ആക്സിലറോമീറ്റർ എന്താണ് അളക്കുന്നത്? ത്വരണം, ആക്സിലറേഷൻ. ഒരു ആക്സിലറോമീറ്റർ ഒരു വസ്തുവിന്റെ ത്വരണം, വേഗതയുടെ മാറ്റം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഗെയിമിംഗ് കൺസോളുകൾ തുടങ്ങിയ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൾട്ടിമീറ്റർ. ആൾട്ടിമീറ്റർ എന്നത് കടൽനിരപ്പിൽ നിന്നോ ഒരു നിശ്ചിത തലത്തിൽ നിന്നോ ഉള്ള ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. വിമാനങ്ങളിലും പർവ്വതാരോഹണത്തിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഒരു അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ വേഗത അളക്കാൻ. അനിമോമീറ്റർ എന്നത് കാറ്റിന്റെ വേഗതയും ചിലപ്പോൾ കാറ്റിന്റെ ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും മറ്റു പഠനങ്ങളിലും ഇത് നിർണായകമാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു, കാരണം മർദ്ദത്തിലെ മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു ബോളോമീറ്റർ എന്താണ് അളക്കുന്നത്? വൈദ്യുതകാന്തിക വികിരണം. ബോളോമീറ്റർ വൈദ്യുതകാന്തിക വികിരണത്തിന്റെ ശക്തി അളക്കുന്ന ഒരു ഉപകരണമാണ്, പ്രത്യേകിച്ച് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. ഇത് ജ്യോതിശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രീയ ഗവേഷണങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു വസ്തുവിന്റെ 2 എതിർവശങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? കാലിപ്പർ. കാലിപ്പർ എന്നത് ഒരു വസ്തുവിന്റെ ആന്തരികവും ബാഹ്യവുമായ അളവുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എഞ്ചിനീയറിംഗ്, മെഷീനിംഗ്, മെക്കാനിക്സ് തുടങ്ങിയ മേഖലകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കലോറിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്?
രാസപ്രവർത്തനങ്ങളിലെയും ഭൗതിക മാറ്റങ്ങളിലെയും താപം, താപശേഷി എന്നിവ അളക്കാൻ. കലോറിമീറ്റർ രാസപ്രവർത്തനങ്ങളിലോ ഭൗതിക മാറ്റങ്ങളിലോ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് കണ്ടെത്താൻ സഹായിക്കുന്നു. ഒരു പദാർത്ഥത്തിന്റെ താപശേഷി നിർണ്ണയിക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാണ്. ഇത് തെർമോഡൈനാമിക്സ് പഠനങ്ങളിൽ പ്രധാനമാണ്. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കാർഡിയോഗ്രാഫ്. കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ഇലക്ട്രോകാർഡിയോഗ്രാഫ് (ECG) ഹൃദയത്തിന്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി ഹൃദയമിടിപ്പ് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഹൃദയരോഗങ്ങൾ കണ്ടെത്താനും ചികിത്സിക്കാനും ഇത് സഹായിക്കുന്നു. ഒരു ക്രയോമീറ്റർ എന്താണ് അളക്കുന്നത്? തണുത്തുറയുന്ന താപനില ഫ്രീസിംഗ് ടെമ്പറേച്ചർ. ക്രയോമീറ്റർ വളരെ താഴ്ന്ന താപനില അളക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേകതരം തെർമോമീറ്ററാണ്. ക്രയോജനിക്സ്, ശീതീകരണ സാങ്കേതികവിദ്യ തുടങ്ങിയ ശാസ്ത്രീയ പഠനങ്ങളിൽ ഇത് പ്രാധാന്യമർഹിക്കുന്നു. ഒരു ഡൈനാമോമീറ്ററിന്റെ ധർമ്മം എന്താണ്? ഒരു എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് അളക്കുന്നു. ഒരു എഞ്ചിൻ, മോട്ടോർ അല്ലെങ്കിൽ മറ്റ് കറങ്ങുന്ന പ്രൈം മൂവറുകളുടെ ടോർക്കും പവറും അളക്കാൻ ഡൈനാമോമീറ്റർ ഉപയോഗിക്കുന്നു. വാഹന വ്യവസായത്തിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. വൈദ്യുത ചാർജുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോമീറ്റർ. വളരെ ചെറിയ വൈദ്യുത ചാർജുകളും പൊട്ടൻഷ്യൽ വ്യത്യാസങ്ങളും അളക്കാൻ ഇലക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നു. ഊർജ്ജതന്ത്രത്തിലെ പരീക്ഷണങ്ങളിലും ഇലക്ട്രോസ്റ്റാറ്റിക് പഠനങ്ങളിലും ഇത് ഒരു പ്രധാന ഉപകരണമാണ്. ഒരു ഗാൽവനോമീറ്റർ എന്താണ് അളക്കുന്നത്? വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റ്. ഒരു വൈദ്യുത സർക്യൂട്ടിലൂടെയുള്ള ചെറിയ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും അളക്കാൻ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നു. ഇത് മിക്കവാറും ഒരു അനലോഗ് മീറ്ററാണ്. മറ്റ് ഉപകരണങ്ങളിൽ ഒരു ഘടകമായും ഇത് കാണാം. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്നത് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് ആർക്കിമിഡീസ് തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിന്റെ ആഴം അതിന്റെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കും. ഹൈഗ്രോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഈർപ്പം, ആർദ്രത അളക്കാൻ. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് രേഖപ്പെടുത്താൻ ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ പ്രവചനങ്ങളിലും വ്യാവസായിക ക്രമീകരണങ്ങളിലും ഈ ഉപകരണം പ്രധാനമാണ്. ഉയരം അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പ്രത്യേകിച്ച് തിളനിലയിലൂടെ അളക്കുന്ന ഉപകരണം ഏതാണ്? ഹിപ്സോമീറ്റർ. ഹിപ്സോമീറ്റർ എന്നത് തിളനിലയിലെ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കി ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുകയും ജലത്തിന്റെ തിളനില താഴുകയും ചെയ്യുമെന്ന തത്വമാണ് ഇതിനു പിന്നിൽ. ലാക്ടോമീറ്റർ എന്ത് അളക്കുന്നു? പാലിന്റെ ശുദ്ധത. ലാക്ടോമീറ്റർ പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിലൂടെ അതിന്റെ ശുദ്ധത നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. വെള്ളം ചേർത്ത് പാലിൽ മായം ചേർക്കുന്നത് കണ്ടെത്താൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിന്റെ കാന്തിക ഗുണങ്ങൾ അളക്കുന്ന ഉപകരണം ഏതാണ്? മാഗ്നെറ്റോമീറ്റർ. മാഗ്നെറ്റോമീറ്റർ എന്നത് കാന്തികക്ഷേത്രത്തിന്റെ ശക്തിയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണ്. ഭൂമിയുടെ കാന്തികക്ഷേത്രത്തെക്കുറിച്ചും വിവിധ വസ്തുക്കളുടെ കാന്തിക ഗുണങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഇത് സഹായകമാണ്. നെഫെലോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ദ്രാവകത്തിലോ വാതകത്തിലോ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കണികകളെ ടർബിഡിറ്റി അളക്കാൻ. നെഫെലോമീറ്റർ ഒരു ദ്രാവകത്തിലോ വാതകത്തിലോ അടങ്ങിയിട്ടുള്ള കണികകളുടെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. പ്രകാശത്തെ വിസരണം ചെയ്യുന്ന കണികകളുടെ കഴിവ് അളക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം അളക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാണ്. വൈദ്യുത പ്രതിരോധം അളക്കുന്ന ഉപകരണം ഏതാണ്? ഓംമീറ്റർ. ഓംമീറ്റർ എന്നത് ഒരു സർക്യൂട്ടിലെ അല്ലെങ്കിൽ ഘടകത്തിലെ വൈദ്യുത പ്രതിരോധം ഓം യൂണിറ്റിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വൈദ്യുത സർക്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനും തകരാറുകൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. ഓണ്ടോമീറ്റർ എന്ത് അളക്കുന്നു? വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ആവൃത്തി. ഓണ്ടോമീറ്റർ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ആവൃത്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. റേഡിയോ ആശയവിനിമയങ്ങളിലും മറ്റ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും തരംഗങ്ങളുടെ ആവൃത്തി നിർണ്ണയിക്കാൻ ഇത് പ്രധാനമാണ്. പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്?
ഫോട്ടോമീറ്റർ. ഫോട്ടോമീറ്റർ ഒരു പ്രകാശ സ്രോതസ്സിന്റെ തീവ്രത അല്ലെങ്കിൽ ഒരു ഉപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ അളവ്, പ്രകാശനം അളക്കാൻ ഉപയോഗിക്കുന്നു. ഫോട്ടോഗ്രഫി, പരിസ്ഥിതി പഠനങ്ങൾ, ആരോഗ്യമേഖല തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. പിഗ്മോമീറ്റർ എന്ത് അളക്കുന്നു? ഒരു വസ്തുവിന്റെ സാന്ദ്രത. ഒരു വസ്തുവിന്റെ സാന്ദ്രത കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലാബ് ഉപകരണമാണ് പിഗ്മോമീറ്റർ. ദ്രാവകങ്ങളുടെയും കരവസ്തുക്കളുടെയും സാന്ദ്രത നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നു. പ്രത്യേകിച്ച് കെമിസ്ട്രിയിലും മെറ്റീരിയൽ സയൻസിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പൈറോമീറ്റർ. പൈറോമീറ്റർ എന്നത് വളരെ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് സാധാരണ തെർമോമീറ്ററുകൾക്ക് അളക്കാൻ കഴിയാത്ത ചൂടുള്ള വസ്തുക്കളുടെ താപനില വിദൂരമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. റേദ എന്താണ് നിർണ്ണയിക്കുന്നത്? വസ്തുക്കളുടെ ദൂരം, കോൺ അല്ലെങ്കിൽ വേഗത. റേദാർ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് എന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വസ്തുക്കളുടെ ദൂരം, കോൺ, വേഗത എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. ഇത് വ്യോമയാനം, കാലാവസ്ഥാ പ്രവചനം, ട്രാഫിക് നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. അപവർത്തന സൂചിക അളക്കുന്ന ഉപകരണം ഏതാണ്? റിഫ്രാക്ടോമീറ്റർ. റിഫ്രാക്ടോമീറ്റർ എന്നത് ഒരു വസ്തുവിന്റെ അപവർത്തന സൂചിക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ദ്രാവകങ്ങളുടെ സാന്ദ്രത, പരിശുദ്ധി, രാസഘടന എന്നിവ നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നു. സെക്സ്റ്റന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദൃശ്യമായ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള കോൺ അളക്കാൻ. ഒരു സെക്സ്റ്റന്റ് എന്നത് ദൃശ്യമായ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള കോണീയ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാവിക ഉപകരണമാണ്. നാവികർക്കും ജ്യോതിശാസ്ത്രജ്ഞർക്കും ഒരു വസ്തുവിന്റെ ഉയരം അളക്കാനും അതിലൂടെ സ്ഥാനം നിർണ്ണയിക്കാനും ഇത് സഹായകമാണ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ എന്നത് മനുഷ്യന്റെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ്. ഇത് ഒരു കഫ്, മർദ്ദം അളക്കുന്ന ഉപകരണം, സ്റ്റെതസ്കോപ്പ് എന്നിവ ചേർന്നതാണ്. സ്റ്റെതസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയമിടിപ്പ് പോലുള്ള ശരീരത്തിലെ ആന്തരിക ശബ്ദങ്ങൾ കേൾക്കാൻ. സ്റ്റെതസ്കോപ്പ് എന്നത് ശരീരത്തിലെ ആന്തരിക ശബ്ദങ്ങളായ ഹൃദയമിടിപ്പ്, ശ്വാസകോശ ശബ്ദം, കുടൽ ശബ്ദം എന്നിവ കേൾക്കാനും വിലയിരുത്താനും ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ്. ഡോക്ടർമാർ രോഗനിർണയത്തിനായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. വിദൂര വസ്തുക്കളിലേക്കുള്ള ദൂരം അളക്കുന്ന ഉപകരണം ഏതാണ്? ടെലിമീറ്റർ. ടെലിമീറ്റർ എന്നത് വിദൂരത്തുള്ള വസ്തുക്കളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് സാധാരണയായി സർവേയിംഗ്, ബാലിസ്റ്റിക്സ്, ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നു. തെർമോമീറ്റർ എന്താണ് അളക്കുന്നത്? താപനില. തെർമോമീറ്റർ എന്നത് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉപകരണമാണ്. ശരീരത്തിലെ താപനില, അന്തരീക്ഷ താപനില, വ്യാവസായിക പ്രക്രിയകളിലെ താപനില എന്നിവ അളക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കണ്ണിന്റെ ആന്തരിക മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? ടോണോമീറ്റർ. ടോണോമീറ്റർ എന്നത് കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം, ഇൻട്രാഓക്യുലർ പ്രഷർ, IOP അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ്. ഗ്ലോക്കോമ പോലുള്ള നേത്രരോഗങ്ങൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും ഈ പരിശോധന നിർണായകമാണ്. വെഞ്ചൂരിമീറ്റർ എന്താണ് അളക്കുന്നത്? ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ദ്രാവകത്തിന്റെ ഒഴുക്കിന്റെ നിരക്ക്. വെഞ്ചൂരിമീറ്റർ എന്നത് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ദ്രാവകത്തിന്റെ ഒഴുക്കിന്റെ നിരക്ക്, ഫ്ലോ റേറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് ബെർണൂളിയുടെ തത്വം പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ വ്യാവസായിക പ്രക്രിയകളിൽ ദ്രാവക പ്രവാഹം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ എന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് എല്ലായ്പ്പോഴും സർക്യൂട്ടിലെ ഘടകത്തിന് സമാന്തരമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഹോം ഗവൺമെന്റിൽ വന്ന മാറ്റങ്ങളെ തുടർന്ന് ഏതു വർഷമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുള്ളതാക്കിയത്? 1858.
1857 കലാപത്തിനു ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് 1858 ഇന്ത്യ ഗവൺമെന്റ് നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസാക്കി. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരസ്വാമിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന സ്ഥലങ്ങൾ ഏവ? പാവപുരിയും കുണ്ടഗ്രാമവും. ജൈനമത സ്ഥാപകരിൽ ഒരാളായ മഹാവീരസ്വാമി ബിഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുണ്ടഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ നിർവാണം മോക്ഷം സംഭവിച്ചത് ബിഹാറിലെ തന്നെ പാവപുരിയിലാണ്. ഈ സ്ഥലങ്ങൾ ജൈനമത വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഗൗതമ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 4 പ്രധാന സ്ഥലങ്ങൾ ഏവ? ലുംബിനി, ബോധഗയ, സാരാനാഥ്, കുശിനഗർ. ഗൗതമ ബുദ്ധന്റെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ലുംബിനി, ജനനം, ബോധഗയ, ജ്ഞാനോദയം, സാരാനാഥ്, ആദ്യ പ്രഭാഷണം, കുശിനഗർ, മഹാപരിനിർവാണം എന്നിവ. ബുദ്ധമത വിശ്വാസികൾക്ക് ഈ സ്ഥലങ്ങൾ പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി പ്രധാനമായും ബന്ധപ്പെട്ട 2 സ്ഥലങ്ങൾ ഏവ? ജറുസലേമും നസ്രത്തും. യേശുക്രിസ്തുവിന്റെ ജനനത്തെയും വളർച്ചയെയും നസ്രത്ത് ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്കും കുരിശുമരണത്തിനും ഉയിർത്തെഴുന്നേൽപ്പിനും ജറുസലേം സാക്ഷ്യം വഹിച്ചു. ഈ സ്ഥലങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് വളരെ പവിത്രമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുമായി പ്രധാനമായും ബന്ധപ്പെട്ട 2 പുണ്യനഗരങ്ങൾ ഏവ? മക്കയും മദീനയും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമാണ് മക്ക. ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ കാബ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മദീനയിലേക്കാണ് പ്രവാചകൻ ഹിജ്റ പോയതും പിന്നീട് അവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും. ഈ 2 നഗരങ്ങളും ഇസ്ലാം മതത്തിൽ അതീവ പ്രാധാന്യമുള്ളവയാണ്. നെപ്പോളിയൻ ബോണപാർട്ടുമായി ബന്ധപ്പെട്ട 2 പ്രധാന സ്ഥലങ്ങൾ ഏവ? കോർസിക്കയും വാട്ടർലൂവും. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപാർട്ട് ജനിച്ചത് മെഡിറ്ററേനിയൻ ദ്വീപായ കോർസിക്കയിലാണ്. അദ്ദേഹത്തിന്റെ സൈനിക ജീവിതത്തിലെ നിർണായകമായ പരാജയം സംഭവിച്ചത് 1815 വാട്ടർലൂ യുദ്ധത്തിലാണ്. ഈ 2 സ്ഥലങ്ങളും ലോകചരിത്രത്തിൽ നെപ്പോളിയനുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഏത് പുരാതന രാജ്യത്തിൽ നിന്നാണ് വന്നത്? മാസിഡോണിയ. BC 356 മാസിഡോണിയയിലാണ് അലക്സാണ്ടർ ചക്രവർത്തി ജനിച്ചത്. അദ്ദേഹം മാസിഡോണിയയുടെ രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമന്റെ മകനായിരുന്നു. തന്റെ സൈനിക പാടവം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അലക്സാണ്ടർക്ക് സാധിച്ചു. അക്ബർ ചക്രവർത്തി നിർമ്മിച്ചതും ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ തലസ്ഥാനമായിരുന്നതുമായ ചരിത്ര നഗരം ഏതാണ്? ഫത്തേപൂർ സിക്രി. ഉത്തർപ്രദേശിലെ ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1571 ഇത് നിർമ്മിക്കുകയും 1571 മുതൽ 1585 വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി നിലനിർത്തുകയും ചെയ്തു. സൂഫി സന്യാസിയായ സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥമാണ് ഈ നഗരം പണികഴിപ്പിച്ചത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താനുമായി അടുത്ത ബന്ധമുള്ള 2 നഗരങ്ങൾ ഏവയാണ്? ശ്രീരംഗപട്ടണം, മൈസൂരു, മൈസൂർ. ടിപ്പു സുൽത്താൻ മൈസൂർ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ശ്രീരംഗപട്ടണം അദ്ദേഹത്തിന്റെ തലസ്ഥാനമായിരുന്നെങ്കിൽ മൈസൂർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പരമ്പരാഗത ആസ്ഥാനമായിരുന്നു. ശ്രീരംഗപട്ടണത്തിലെ കോട്ടയും ടിപ്പുവിന്റെ സ്മാരകങ്ങളും അദ്ദേഹത്തിന്റെ ധീരയുടെ പ്രതീകങ്ങളാണ്. ഏത് യുദ്ധക്കളവും കോട്ടയുമാണ് മഹാറാണ പ്രതാപനുമായി പ്രശസ്തമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൽദിഘാട്ടിയും ചിറ്റോറും. മേവാറിലെ ധീരനായ ഭരണാധികാരിയായിരുന്നു മഹാറാണ പ്രതാപ്. 1576 നടന്ന ഹൽദിഘാട്ടി യുദ്ധം അദ്ദേഹത്തെയും മുഗൾ സൈന്യത്തെയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രധാന വേദിയായിരുന്നു. ചിറ്റോർ കോട്ട മേവാറിന്റെ അഭിമാനവും പ്രതിരോധത്തിന്റെ പ്രതീകവുമാണ്. സിഖ് മതസ്ഥാപകനായ ഗുരു നാനാക്ക് ദേവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ ഏവയാണ്? തൽവണ്ടി, നൻകാന സാഹിബ്, കർത്താർപൂർ. ഗുരു നാനാക്ക് ദേവിന്റെ ജന്മസ്ഥലമാണ് തൽവണ്ടി. ഇത് ഇപ്പോൾ പാകിസ്ഥാനിലെ നൻകാന സാഹിബ് എന്നറിയപ്പെടുന്നു. പാകിസ്ഥാനിലെ കർത്താർപൂർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ ചിലവഴിച്ച സ്ഥലവും സിഖ് സമൂഹത്തിന് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ്.
സർദാർ വല്ലഭായ് പട്ടേലുമായി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആദ്യകാല രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ ഏവയാണ്? ബാർദോളി, നദിയാദ്. ഗുജറാത്തിലെ നദിയാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത്. 1928-ൽ നടന്ന ബാർദോളി സത്യാഗ്രഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഇത് അദ്ദേഹത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന നേതാവാക്കി മാറ്റി. ഈ സത്യാഗ്രഹത്തിലൂടെയാണ് അദ്ദേഹത്തിന് സർദാർ എന്ന പദവി ലഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ജീവിതവുമായും പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട 3 പ്രധാന സ്ഥലങ്ങൾ ഏവയാണ്? പോർബന്ദർ, സബർമതി, സേവാഗ്രാം. ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. അഹമ്മദാബാദിലെ സബർമതി ആശ്രമം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും സത്യഗ്രഹ സമരങ്ങളുടെയും പ്രധാന കേന്ദ്രമായിരുന്നു. മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ആശ്രമം ഗാന്ധിജിയുടെ ഗ്രാമീണ വികസന കാഴ്ചപ്പാടുകളുടെ പ്രതീകമായിരുന്നു. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട 2 പ്രധാന വസതികൾ ഏവയാണ്? ആനന്ദ് ഭവൻ, തീൻമൂർത്തി ഭവൻ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള ആനന്ദ് ഭവൻ നെഹ്റു കുടുംബത്തിന്റെ തറവാട്ടു വീട്ടിലൊന്നായിരുന്നു. ന്യൂഡൽഹിയിലെ തീൻമൂർത്തി ഭവൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെന്ന നിലയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ഇത് ഇപ്പോൾ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയവും ലൈബ്രറിയുമാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മീയ പിൻഗാമിയായ വിനോബ ഭാവെയുമായി അടുത്ത ബന്ധമുള്ള ആശ്രമം ഏതാണ്? പവനാർ ആശ്രമം. മഹാത്മാഗാന്ധിയുടെ ആത്മീയ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ആചാര്യ വിനോബ ഭാവെ മഹാരാഷ്ട്രയിലെ വാർധയിലുള്ള പവനാർ ആശ്രമത്തിലാണ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. ഭൂദാൻ പ്രസ്ഥാനത്തിന് അദ്ദേഹം ഈ ആശ്രമത്തിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ശ്രീ അരബിന്ദോയുടെ അരവിന്ദ് ഘോഷ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ ഏവയാണ്? കൊൽക്കത്ത, പുതുച്ചേരി. വിപ്ലവകാരിയും തത്വചിന്തകനുമായ ശ്രീ അരബിന്ദോയുടെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൊൽക്കത്ത ഒരു പ്രധാന വേദിയായിരുന്നു. പിന്നീട് അദ്ദേഹം ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുകയും പുതുച്ചേരിയിൽ തന്റെ ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. പുതുച്ചേരി അദ്ദേഹത്തിന്റെ ആത്മീയ ദർശനങ്ങളുടെ കേന്ദ്രമായി മാറി. രാമകൃഷ്ണ പരമഹംസനുമായും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായും പ്രശസ്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? ബേലൂർ. രാമകൃഷ്ണ പരമഹംസനുമായും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ സ്വാമി വിവേകാനന്ദനുമായും ബേലൂർ അടുത്ത ബന്ധം പുലർത്തുന്നു. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള ബേലൂർ മഠം രാമകൃഷ്ണ മഠത്തിന്റെയും മിഷന്റെയും ആസ്ഥാനവും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം ഒഡീഷയിലെ ഏത് നഗരമാണ്? കട്ടക്ക്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രമുഖ നേതാവും ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപകനുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏത് ഗ്രാമത്തിലാണ് ജനിച്ചത്? സിറാദേയ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1884 ഡിസംബർ 3 ബീഹാറിലെ സിവാൻ ജില്ലയിലെ സിറാദേയ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. രബീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനം ഏതാണ്? ശാന്തിനികേതൻ. രബീന്ദ്രനാഥ ടാഗോർ 1901-ൽ പശ്ചിമ ബംഗാളിലെ ബോൾപൂരിൽ ശാന്തിനികേതൻ സ്ഥാപിച്ചു. ഇത് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായി മാറി. ടാഗോറിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളുടെ പ്രതീകമാണ് ഈ സ്ഥാപനം. എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? കെൻഡക്കി. അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ 1809 ഫെബ്രുവരി 12 കെൻഡക്കിയിലെ ഹാഡ്ജിൻവില്ലിൽ ജനിച്ചു. അമേരിക്കൻ സിവിൽ യുദ്ധത്തിൽ യൂണിയനെ നയിക്കുകയും അടിമത്തം നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ഇന്ത്യൻ വിപ്ലവകാരി ഭഗത് സിംഗുമായി പ്രധാനമായും ബന്ധപ്പെട്ട 2 സ്ഥലങ്ങൾ ഏവയാണ്? ലാഹോർ, ബംഗ. ഭഗത് സിംഗ് പഞ്ചാബിലെ ബംഗ ഗ്രാമത്തിൽ ജനിച്ചു. ലാഹോർ ഗൂഢാലോചനക്കേസ്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ബോംബ് സ്ഫോടനം എന്നിവയുമായി ലാഹോർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ്. ലാഹോർ ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. പ്രയാഗ്രാജിലെ അലഹബാദ് ഏത് പാർക്കാണ് വിപ്ലവകാരി ചന്ദ്രശേഖർ ആസാദുമായി പ്രസിദ്ധമായി ബന്ധപ്പെട്ടിരിക്കുന്നത്?
ആൽഫ്രഡ് പാർക്ക്, ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് പാർക്ക്. ചന്ദ്രശേഖർ ആസാദ് 1931 ഫെബ്രുവരി 27 പ്രയാഗ്രാജിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസുമായി ഏറ്റുമുട്ടലിനിടെ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പാർക്കിന് ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്ന് പേര് നൽകി. ഇന്ത്യയിൽ അടിമത സമ്പ്രദായം നിരോധിച്ചത് എപ്പോഴാണ്? അന്ന് ഗവർണർ ജനറൽ ആരായിരുന്നു? 1843 ആഡ് എല്ലൻബറോ പ്രഭു. 1843 എല്ലൻബറോ പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ അടിമത്തം നിയമം മൂലം നിരോധിച്ചത്. ഇത് ഇന്ത്യയിലെ സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെയുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒരു പ്രധാന നിയമനിർമ്മാണമായിരുന്നു. ന്യൂഡൽഹിയിൽ മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? രാജ്ഘട്ട്. രാജ്ഘട്ട് യമുന നദിയുടെ തീരത്തുള്ള മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. ലളിതമായ ഒരു കറുത്ത മാർബിൾ പ്ലാറ്റ്ഫോമാണിത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളായ ഹേ റാം ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സമാധി സ്ഥലം, സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാപ്രയാണഘട്ട്, പാറ്റ്ന. മഹാപ്രയാണഘട്ട് ബിഹാർ തലസ്ഥാനമായ പാറ്റ്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത സ്ഥലമാണ്. രാഷ്ട്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ സ്മരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മാരകത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ശാന്തിവനം. ശാന്തിവനം യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സ്മാരകമാണ്. മരങ്ങളും പൂന്തോട്ടങ്ങളും നിറഞ്ഞ ഈ സ്ഥലം അദ്ദേഹത്തിന്റെ സമാധാനപരമായ കാഴ്ചപ്പാടുകളെയും പ്രകൃതിയോടുള്ള സ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഡോക്ടർ ബി. ആർ. അംബേദ്കറുടെ സ്മാരകമായ ചൈത്യഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. ഡോക്ടർ ബി. ആർ. അംബേദ്കറുടെ സ്മാരകമായ ചൈത്യഭൂമി മുംബൈയിലെ ദാദറിൽ അറബിക്കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ സ്ഥലം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നു. ഇത് ബുദ്ധമത വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ സ്മാരകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അഭയഘട്ട്. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയുടെ സ്മാരകമാണ് അഹമ്മദാബാദിലെ അഭയഘട്ട്. 1977 മുതൽ 1979 വരെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദവി വഹിച്ചത്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ഈ സ്മാരകം ഓർമ്മപ്പെടുത്തുന്നു. ഗുൽസാരിലാൽ നന്ദയുടെ സ്മാരകമായ നാരായൺഘട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദ്. ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി 2 തവണ സേവനമനുഷ്ഠിച്ച ഗുൽസാരിലാൽ നന്ദയുടെ സ്മാരകമാണ് അഹമ്മദാബാദിലെ നാരായൺഘട്ട്. അദ്ദേഹത്തിന്റെ ലാളിത്യത്തെയും രാഷ്ട്രസേവനത്തെയും ഇത് അനുസ്മരിക്കുന്നു. നാരായൺഘട്ട് സബർമതി നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിനായി സമർപ്പിച്ചിട്ടുള്ള സ്മാരകം ഏതാണ്? കിസാൻ ഘട്ട്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൌധരി ചരൺ സിംഗിന്റെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ കിസാൻ ഘട്ട്. കർഷകരുടെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ച് ഈ സ്മാരകത്തിന് കിസാൻ ഘട്ട് എന്ന് പേര് നൽകി. അദ്ദേഹത്തിന്റെ ജന്മദിനം കിസാൻ ദിവസ്, കർഷക ദിനം ആയി ആചരിക്കുന്നു. ന്യൂഡൽഹിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്മാരകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വിജയഘട്ട്. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ വിജയഘട്ട്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇന്ത്യയുടെ വിജയത്തെ അനുസ്മരിച്ചാണ് ഈ സ്മാരകത്തിന് വിജയഘട്ട് എന്ന് പേര് നൽകിയത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഇന്നും സ്മരിക്കപ്പെടുന്നു. ജഗ്ജീവൻ റാമിന്റെ സ്മാരകമായ സമതാസ്ഥൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. മുൻ ഉപപ്രധാനമന്ത്രിയും പ്രമുഖ ദളിത് നേതാവുമായിരുന്ന ജഗ്ജീവൻ റാമിന്റെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ സമതാസ്ഥൽ. സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെ ഈ സ്മാരകം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം സമതാ ദിവസ് ആയി ആചരിക്കുന്നു. ന്യൂഡൽഹിയിൽ മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗിന്റെ സ്മാരകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏകതാസ്ഥൽ. ഇന്ത്യയുടെ 7ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗിന്റെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ ഏകതാസ്ഥൽ.
ഇന്ത്യൻ ഐക്യത്തിനും അഖണ്ഡയ്ക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടതിനെ ഈ സ്മാരകം അനുസ്മരിക്കുന്നു. ഏകതാ സ്ഥൽ രാജ്ഘട്ടിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സ്മാരകമായ ശക്തിസ്ഥൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ ശക്തിസ്ഥൽ. അവരുടെ ശക്തിയെയും ധൈര്യത്തെയും ഈ സ്മാരകം പ്രതിനിധീകരിക്കുന്നു. രാജ്ഘട്ടിനും ശാന്തിവനും സമീപത്താണ് ശക്തിസ്ഥൽ സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ മുൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയുടെ സ്മാരകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കർമ്മഭൂമി. ഇന്ത്യയുടെ 9ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ കർമ്മഭൂമി. അദ്ദേഹത്തിന്റെ കർമ്മനിരതവും സത്യസന്ധവുമായ പൊതുജീവിതത്തെ ഈ സ്മാരകം ഓർമ്മിപ്പിക്കുന്നു. കർമ്മഭൂമി രാജ്ഘട്ടിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദർകുമാർ ഗുജ്റാളിന്റെ സ്മാരകമായ സ്മൃതിസ്ഥൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യയുടെ 12ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദർകുമാർ ഗുജ്റാളിന്റെ സ്മാരകമാണ് ന്യൂഡൽഹിയിലെ സ്മൃതിസ്ഥൽ. അദ്ദേഹത്തിന്റെ ഓർമ്മകളെയും രാജ്യത്തിന് നൽകിയ സംഭാവനകളെയും ഇത് അനുസ്മരിക്കുന്നു. രാജ്ഘട്ടിനും ഏകതാ സ്ഥലത്തിനും സമീപത്താണ് സ്മൃതിസ്ഥൽ സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ സ്മാരകം ഏതുപേരിൽ അറിയപ്പെടുന്നു? ഉദയഭൂമി. മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ സ്മാരകമായ ഉദയഭൂമി ഡൽഹിയിലെ രാജ്ഘട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്നു. 1997 മുതൽ 2002 വരെ ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യത്തെ ദളിത് വംശജൻ കൂടിയായിരുന്നു കെ.ആർ. നാരായണൻ. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ സ്മാരകമായ ജൻനായക് സ്ഥൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ സ്മാരകമാണ് ജൻനായക് സ്ഥൽ. ഇത് ഡൽഹിയിൽ യമുന നദിയുടെ തീരത്ത് ശാന്തിവനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21 വരെയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. ന്യൂഡൽഹിയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മാരകത്തിന്റെ പേരെന്താണ്? വീർഭൂമി. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ സ്മാരകമാണ് വീർഭൂമി. ഇത് ന്യൂഡൽഹിയിൽ ശാന്തിവനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഇത് അനുസ്മരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മാരകമായ സദൈവ് അടൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മാരകമാണ് സദൈവ് അടൽ. ഇത് ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ വികസനത്തിലും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും വാജ്പേയിയുടെ സംഭാവനകളെ ഇത് അനുസ്മരിക്കുന്നു. നൽകിയിട്ടുള്ള 2015 വിവരങ്ങൾ പ്രകാരം കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ച രാജ്യം ഏതായിരുന്നു? ഇന്ത്യ. കരിമ്പ് ഒരു പ്രധാനപ്പെട്ട കാർഷിക വിളയാണ്. ഇത് പഞ്ചസാര, ശർക്കര എന്നിവയുടെ ഉത്പാദനത്തിന് ഉപയോഗിക്കുന്നു. 2015 കണക്കുകൾ പ്രകാരം കരിമ്പ് ഉത്പാദനത്തിൽ ലോകത്ത് ഇന്ത്യ 1ാം സ്ഥാനത്തായിരുന്നു. ബീഹാറിലെ ടാന ഭഗത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജാത്ര ഭഗത്. 1914 ബീഹാറിൽ ജാത്ര ഭഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ആദിവാസി പ്രസ്ഥാനമായിരുന്നു ടാന ഭഗത് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം നിസ്സഹകരണ തത്വങ്ങൾ സ്വീകരിക്കുകയും ബ്രിട്ടീഷ് സർക്കാരിനും ജന്മിമാർക്കുമെതിരെ അഹിംസാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആര്? ദേവേന്ദ്രനാഥ ടാഗോർ. 1839 ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇത് ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? രാമചന്ദ്ര പാണ്ഡുരംഗ്. 1857 കലാപത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു താന്തിയ തോപ്പി. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് ആയിരുന്നു. നാനാ സാഹിബിന്റെ വിശ്വസ്തനായ അനുയായിയും മികച്ച ഒരു സൈനിക തന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതാണ്? ഗുരുഡോങ്ങമാർ തടാകം. സിക്കിമിലെ വടക്കൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുഡോങ്ങമാർ തടാകം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകങ്ങളിൽ ഒന്നാണ്.
ഏകദേശം 17,800 അടി 5,430 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാത ഏതാണ്? NH327B. പശ്ചിമബംഗാളിലെ പാണിഡാങ്കിയെയും മേച്ചി ബ്രിഡ്ജിനെയും ബന്ധിപ്പിക്കുന്ന NH327B ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാത. ഇതിന് ഏകദേശം 1.2 കിലോമീറ്റർ 0.75 മൈൽ മാത്രമാണ് ദൈർഘ്യം. കമ്പനി നിയമിച്ച ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും ആരായിരുന്നു? ലോർഡ് കാനിംഗ്. 1858-ലെ ഇന്ത്യ ഗവൺമെന്റ് നിയമമനുസരിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലിന്റെ പദവി വൈസ്രോയി എന്നാക്കി മാറ്റി. ഈ മാറ്റം നടന്ന സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നത് ലോർഡ് കാനിംഗ് ആയിരുന്നു. അതിനാൽ അദ്ദേഹം കമ്പനി നിയമിച്ച അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയുമായി. 1857-ലെ ശിപ്പായി ലഹള നടക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ ഗവർണർ ജനറൽ. ഫോർവേഡ് ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടി എന്നാണ് സ്ഥാപിതമായത്? 1939 മെയ് 3. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിനുശേഷം 1939-ൽ സ്ഥാപിച്ച ഒരു ഇടതുപക്ഷ ദേശീയവാദ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിശ്വഭാരതി സർവകലാശാല ഏതു വർഷമാണ് സ്ഥാപിതമായത്? 1921. രബീന്ദ്രനാഥ ടാഗോർ 1921-ൽ സ്ഥാപിച്ച ഒരു പൊതു ഗവേഷണ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. പശ്ചിമബംഗാളിലെ ശാന്തിനികേതനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബേലൂർ മഠം ഏതു വർഷമാണ് സ്ഥാപിതമായത്? 1897. കൊൽക്കത്തയിലെ ബേലൂരിൽ ഹൂഗ്ലി നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബേലൂർ മഠം രാമകൃഷ്ണ മഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും ആസ്ഥാനമാണ്. സ്വാമി വിവേകാനന്ദനാണ് 1897-ൽ ഇത് സ്ഥാപിച്ചത്. AD 2-ാം നൂറ്റാണ്ടിൽ ടോളമി എഴുതിയ പ്രശസ്തമായ ഭൂമിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്തായിരുന്നു? ജിയോഗ്രാഫിയ. അലക്സാണ്ട്രിയയിൽ നിന്നുള്ള ടോളമി എന്ന ഗ്രീക്ക് ബഹുമുഖ പ്രതിഭയുടെ 8 വാല്യങ്ങളുള്ള മഹത്തായ കൃതിയാണ് ജിയോഗ്രാഫിയ. പ്രാചീനകാലത്തെ ഭൂമിശാസ്ത്രജ്ഞരുടെ അറിവുകളെയും വിവരങ്ങളെയും ഇത് ക്രോഡീകരിക്കുകയും മാപ്പ് നിർമ്മാണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ബർഹ് സ്തൂപവുമായി ബന്ധപ്പെട്ട് പുഷ്യമിത്ര ശുംഗന്റെ പങ്ക് എന്തായിരുന്നു? അദ്ദേഹം ബർഹ് സ്തൂപം പുനർനിർമ്മിച്ചു. ശുംഗ രാജവംശത്തിന്റെ സ്ഥാപകനായ പുഷ്യമിത്ര ശുംഗൻ മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ബർഹ് സ്തൂപം പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. ബുദ്ധമത സ്തൂപങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ചരിത്രപരമായ ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ടെങ്കിലും ഈ സ്തൂപം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പ്രധാനപ്പെട്ട ഒരു നിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ചു. വിരലടയാളം ഔദ്യോഗികമായി ആദ്യമായി അംഗീകരിച്ചത് എപ്പോഴാണ്? 1892 CE. 1892-ൽ അർജന്റീനയിൽ ജുവാൻ വുസിഡിച്ച് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ വിരലടയാളം ഔദ്യോഗികമായി ഉപയോഗിച്ചു തുടങ്ങി. ഫോറൻസിക് ശാസ്ത്രത്തിന് ഇത് ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഏതു വർഷമാണ്? ന്യൂസിലാൻഡ്. 1893 CE. 1893-ൽ ന്യൂസിലാൻഡ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ സ്വയംഭരണ രാജ്യമായി. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾക്ക് ഇത് ഒരു പ്രധാന പ്രചോദനമായിരുന്നു. ആധുനിക ഒളിമ്പിക്സ് എന്നാണ് എവിടെയാണ് പുനരുജ്ജീവിപ്പിച്ചത്? 1896 CE. ഏതൻസ്, ഗ്രീസ്. പുരാതന ഒളിമ്പിക് ഗെയിംസിന്റെ മാതൃകയിൽ 1896-ൽ ഗ്രീസിലെ ഏതൻസിൽ ആധുനിക ഒളിമ്പിക്സ് പുനരാരംഭിച്ചു. പിയറി ഡി കൂബർട്ടിന്റെ ശ്രമങ്ങളാണ് ഇതിനു പിന്നിൽ. എന്നാണ് ബ്രിട്ടൻ ഹോങ്കോങ് ചൈനയിൽ നിന്ന് 99 വർഷത്തെ പാട്ടത്തിന് നേടിയത്? 1898 CE. 1898-ൽ ചൈനയുമായുള്ള രണ്ടാം ഓപ്പിയം യുദ്ധത്തിനു ശേഷം ബ്രിട്ടൻ ഹോങ്കോങ്ങിന്റെ വലിയൊരു ഭാഗം ന്യൂ ടെറിട്ടറികൾ 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു. ഇത് ഹോങ്കോങ്ങിന്റെ ഭാവിക്ക് ഒരു നിർണായക ഘടകമായിരുന്നു. എന്നാണ് ഹവായ് ഔദ്യോഗികമായി ഒരു US ടെറിട്ടറിയായി മാറിയത്? 1900 CE.
1898 അമേരിക്ക ഹവായിയെ കൂട്ടിച്ചേർത്തെങ്കിലും 1900 ഓർഗാനിക് ആക്ട് പ്രകാരമാണ് ഇത് ഔദ്യോഗികമായി ഒരു യു.എസ്. ടെറിട്ടറിയായി മാറിയത്. പിന്നീട് 1959 ഇത് യു.എസ്. സംസ്ഥാനമായി മാറി. ആദ്യത്തെ നോബൽ സമ്മാനദാന ചടങ്ങ് എപ്പോൾ, എവിടെ വെച്ചാണ് നടന്നത്? 1901 CE, സ്റ്റോക്ക്ഹോം, സ്വീഡൻ. ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് നോബൽ സമ്മാനം. ആദ്യത്തെ നോബൽ സമ്മാനദാന ചടങ്ങ് 1901 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോർവേയിലെ ഓസ്ലോയിലും മറ്റ് സമ്മാനങ്ങൾ സ്റ്റോക്ക്ഹോമിലുമാണ് നൽകുന്നത്. 1901 അമേരിക്കൻ ഐക്യനാടുകളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാറിയതാര്? തിയോഡോർ റൂസ്വെൽറ്റ്. 1901 വില്യം മക്കിൻലിയുടെ മരണശേഷം തിയോഡോർ റൂസ്വെൽറ്റ് 42-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ഇദ്ദേഹം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്. പിന്നീട് 1904 ഇദ്ദേഹം വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. റഷ്യൻ ജാപ്പനീസ് യുദ്ധം നടന്നത് എപ്പോഴാണ്? 1904 CE. 1904 മുതൽ 05 വരെ കാലഘട്ടത്തിലാണ് റഷ്യൻ ജാപ്പനീസ് യുദ്ധം നടന്നത്. കൊറിയയിലും മഞ്ചൂറിയയിലുമുള്ള സ്വാധീനത്തെ ചൊല്ലി റഷ്യൻ സാമ്രാജ്യവും ജപ്പാനും തമ്മിൽ നടന്ന ഈ യുദ്ധത്തിൽ ജപ്പാൻ അപ്രതീക്ഷിത വിജയം നേടി. ഇത് ആധുനിക യുദ്ധചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ആപേക്ഷികതാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഏതു വർഷമാണ് അത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. 1905 CE. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അവതരിപ്പിച്ചു. പിണ്ഡവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം E=mc വർഗം ഈ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. ഇത് ഭൗതികശാസ്ത്രത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ബഹിരാകാശ സമയ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്തു. ആദ്യത്തെ വാണിജ്യ റേഡിയോ പ്രക്ഷേപണങ്ങൾ നടന്നത് എപ്പോഴാണ്? 1908 CE. 1908 കാലിഫോർണിയയിലെ സാവോ ജോസയിൽ ചാൾസ് ഹെറോൾഡ് ആണ് ആദ്യത്തെ വാണിജ്യപരമായ റേഡിയോ പ്രക്ഷേപണം നടത്തിയത്. ഇത് വിവരവിനിമയ സാങ്കേതികവിദ്യയിൽ ഒരു നാഴികക്കല്ലായിരുന്നു. പിന്നീട് റേഡിയോ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിനോദവും വിവരങ്ങളും എത്തിക്കുന്ന ഒരു പ്രധാന മാധ്യമമായി മാറി. 1911 ചൈനയിൽ ക്വിങ് രാജവംശത്തെ അട്ടിമറിച്ച പ്രധാന വിപ്ലവം ഏതാണ്? സിൻഹായ വിപ്ലവം. 1911 നടന്ന സിൻഹായ വിപ്ലവം ചൈനയിലെ ക്വിങ് രാജവംശത്തിന്റെ 2000 വർഷം പഴക്കമുള്ള സാമ്രാജ്യത്വ ഭരണത്തിന് അന്ത്യം കുറിച്ചു. സൺ യാത്-സെൻ ആയിരുന്നു ഈ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ്. ഇത് ചൈനയിൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി. ചൈനീസ് സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിക്കുകയും ചൈനീസ് റിപ്പബ്ലിക് സ്ഥാപിതമാവുകയും ചെയ്തത് എപ്പോഴാണ്? 1912 CE. 1911 സിൻഹായ വിപ്ലവത്തെ തുടർന്ന് 1912 ഫെബ്രുവരി 12 അവസാന ചക്രവർത്തിയായ പ്യൂയി സ്ഥാനത്യാഗം ചെയ്തതോടെ ചൈനീസ് സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിച്ചു. ഇതേ തുടർന്ന് സൺ യാത്-സെന്നിന്റെ നേതൃത്വത്തിൽ ചൈനീസ് റിപ്പബ്ലിക് സ്ഥാപിതമായി. ഒന്നാം ബാൾക്കൻ യുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ്? 1912 CE. 1912 ഒക്ടോബറിൽ ഒന്നാം ബാൾക്കൻ യുദ്ധം ആരംഭിച്ചു. ബാൾക്കൻ ലീഗ് ബൾഗേറിയ, സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധമായിരുന്നു ഇത്. ഈ യുദ്ധം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ യൂറോപ്പിലെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് കാരണമായി. 1912 അമേരിക്കൻ ഐക്യനാടുകളുടെ 28ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? വുഡ്രോ വിൽസൺ. 1912 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വുഡ്രോ വിൽസൺ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയെ നയിച്ചത് ഇദ്ദേഹമാണ്. ലീഗ് ഓഫ് നേഷൻസിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. രണ്ടാം ബാൾക്കൻ യുദ്ധവും ബുക്കാറസ്റ്റ് ഉടമ്പടിയും നടന്നത് എപ്പോഴാണ്? 1913 CE. ഒന്നാം ബാൾക്കൻ യുദ്ധത്തിലെ വിജയത്തിനുശേഷം ബാൾക്കൻ ലീഗിലെ സഖ്യകക്ഷികൾക്കിടയിൽ പ്രദേശങ്ങളെ ചൊല്ലി തർക്കങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് 1913 രണ്ടാം ബാൾക്കൻ യുദ്ധം നടന്നു. ഈ യുദ്ധം അവസാനിപ്പിച്ചത് 1913 ബുക്കാറസ്റ്റ് ഉടമ്പടിയാണ്.
1914 സരയേവോയിൽ ആരുടെ കൊലപാതകമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തിയത്? ആരായിരുന്നു കൊലയാളി? ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് ഗാവ്രിലോ പ്രിൻസിപ്പ്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് 1914 ജൂൺ 28 ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെയും ഭാര്യയെയും സെർബിയൻ ദേശീയവാദിയായ ഗാവ്രിലോ പ്രിൻസിപ്പ് കൊലപ്പെടുത്തിയത്. ഈ സംഭവം യൂറോപ്പിലെ സഖ്യശക്തികളെ യുദ്ധത്തിലേക്ക് നയിച്ചു. പനാമ കനാൽ തുറന്നത് എപ്പോഴാണ്? 1914 CE. 1914 ഓഗസ്റ്റ് 15-നാണ് പനാമ കനാൽ ഔദ്യോഗികമായി തുറന്നത്. അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ കനാൽ ആഗോള വ്യാപാരത്തിലും ഗതാഗതത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. 1915 ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിഷവാതകം ആദ്യമായി വ്യാപകമായി ഉപയോഗിച്ചത് ഏത് യുദ്ധങ്ങളിലാണ്? ന്യൂവ് ചാപ്പൽ യുദ്ധവും രണ്ടാം ഇപ്രസി യുദ്ധവും. ഒന്നാം ലോകമഹായുദ്ധത്തിൽ 1915 രണ്ടാം ഇപ്രസ് യുദ്ധത്തിലാണ് വിഷവാതകം ആദ്യമായി വലിയ തോതിൽ ഉപയോഗിച്ചത്. ജർമ്മൻ സൈന്യം ക്ലോറിൻ വാതകമുപയോഗിച്ച് സഖ്യകക്ഷികളുടെ സൈനികർക്കെതിരെ പ്രയോഗിച്ചു. ഇത് രാസായുധങ്ങളുടെ ഭീകരമായ ഉപയോഗത്തിന് തുടക്കമിട്ടു. ഡേലൈറ്റ് സേവിംഗ് ടൈം സംവിധാനം ആദ്യമായി വ്യാപകമായി നടപ്പിലാക്കിയത് എപ്പോഴാണ്? 1916 CE. 1916 ഏപ്രിൽ 30 ജർമ്മനിയാണ് ഡേലൈറ്റ് സേവിംഗ് ടൈം DST ആദ്യമായി വ്യാപകമായി നടപ്പിലാക്കിയത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഊർജ്ജം ലാഭിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പിന്നീട് ഇത് മറ്റു പല രാജ്യങ്ങളും പിന്തുടർന്നു. 1917 റഷ്യൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം ഫെബ്രുവരി വിപ്ലവത്തിലൂടെ സാറിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ഒക്ടോബർ വിപ്ലവത്തിലൂടെ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനും സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിനും വഴിയൊരുക്കി. ഒന്നാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക സഖ്യകക്ഷികളോടൊപ്പം ചേർന്നത് എപ്പോഴാണ്? 1917 CE. 1917 ഏപ്രിൽ 6-നാണ് അമേരിക്ക ഒന്നാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളോടൊപ്പം ചേർന്നത്. ജർമ്മൻ അന്തർവാഹിനികൾ അമേരിക്കൻ കപ്പലുകൾ മുക്കിയതും സിമ്മർമാൻ ടെലിഗ്രാഫും അമേരിക്കയെ യുദ്ധത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു. ഇത് യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു. ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത് എപ്പോഴാണ്? 1918 CE. 1918 നവംബർ 11 ജർമ്മനി സഖ്യകക്ഷികളുമായി ഒരു വെടിനിർത്തൽ കരാർ ആർമിസ്റ്റിസ് ഒപ്പുവെച്ചതോടെയാണ് ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത്. ഈ ദിവസം വെറ്ററൻസ് ഡേ അല്ലെങ്കിൽ റിമംബറൻസ് ഡേ ആയി പല രാജ്യങ്ങളിലും ആചരിക്കുന്നു.